ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് നവാസ് എന്നാണ്. നമ്മളീ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സാധാരണ ഹൈബ്രിഡ് വണ്ടികൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. അതിൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മളീ കാണുന്ന റോക്സ് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി. ഇത് വളരെ അടിപൊളി നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഒരുപാട് ഫീച്ചറൊക്കെ ഉള്ളതാണ്. ഇതിൽ ഇതെല്ലാം ടച്ച് സ്ക്രീനുകളാണ്. പലപ്പോഴും പല ഡ്രൈവർമാർക്ക് അബദ്ധം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാംഗ്വേജ് മാറിപ്പോകാറുണ്ട്. അപ്പോൾ അത്തരം ലാംഗ്വേജ് മാറിപ്പോകുന്നതിൽ ഇതിലിപ്പോൾ അറബിക്കാണ് കൂടുതലും കാണുന്നത്. വളരെ മനോഹരമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് 7 സീറ്ററാണ്. അടിപൊളി വണ്ടിയാണിത്. ഇത് വലിയ ഒത്തിരി സ്ക്രീൻ ടച്ചിങ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പം ഇതിൽ നോക്കിയേ, അറബിക്കാണ്. ഈ അറബിക്ക് പലപ്പോഴും നമുക്ക് വളരെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അത്രയും അറബിക്ക് എന്നുള്ളതിനെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റാമെന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അതിനിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മളത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. അറബിക്ക് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല, എങ്കിലും എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ഒത്തിരി ഡ്രൈവർമാർ ഇതിനു വേണ്ടി വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയിട്ട് ഒത്തിരി ടെൻഷൻ അടിക്കാറുണ്ട്. അത്ര ടെൻഷനൊന്നും വേണ്ട. നമുക്ക് എളുപ്പത്തിന് തന്നെ ഇതിനെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റാൻ പറ്റും. അതിനായിട്ട് ആദ്യം ഇങ്ങനെ കാണുന്ന ഒരു ഇൻ്റർഫേസിലേക്ക് ഈ കാറിൻ്റെ പിക്ചറില്ലേ, അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമായിട്ടായിരിക്കും വരുന്നത്. ഇതിൽ ഏറ്റവും മുകളിൽ നിന്നും 1, 2, 3, 4 ഈ നാലാമത്തതിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും. അതിൽ 1, 2, 3 ഈ 3ൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം വളരെ എളുപ്പമാണ്, നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഒരു ഭാഗമാണ് വരുന്നത്. ഇത് ഈ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ, അതായത് ഇതിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ഏതൊക്കെ ഭാഷയുണ്ടോ അതെല്ലാം നമുക്കിതിൽ വരും. ഇതിൽ ഇൻബിൽട്ടായിട്ടുള്ള എല്ലാ ഭാഷകളും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഉണ്ടാവും. ഇംഗ്ലീഷിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇംഗ്ലീഷിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ ഒന്ന് ഓഫാവും. പാനിക്കാവണ്ട. ജസ്റ്റ് ഒരു 2 അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് ഓട്ടോമാറ്റിക്കലി അത് റീസ്റ്റാർട്ട് ആയിക്കോളും കേട്ടോ. റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞു. നമുക്കിനി ഈ കുഞ്ഞ് സ്ക്രീനിൽ ഇംഗ്ലീഷ് ആയി കഴിഞ്ഞു. ഇനി ഉടനെ തന്നെ ഇതിലും ഇംഗ്ലീഷ് ഉണ്ടാവും. വന്നു കഴിഞ്ഞു, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൽ വേണ്ടുന്ന എന്ത് വേണോ നമുക്ക് ഇതിൽ മാറ്റാം. നമുക്ക് ഏത് ഫെസിലിറ്റി നമുക്കിതിൽ മനസ്സിലാക്കാമെന്നുള്ളേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,